ഹലോ നമസ്കാരം. ഞാൻ അജികുമാർ മൈനാഗപ്പള്ളി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പെട്രോൾ പമ്പ് ഡീലർഷിപ്പ് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ ഗവൺമെൻറ് സെക്ടറിലുള്ള പെട്രോൾ പമ്പുകളുടെ ഡീലർഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയാണ്. എന്നാൽ സ്വകാര്യ കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നേടുക എന്നുള്ളത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. സ്വകാര്യ കമ്പനികളിൽ ഇന്ന് 2 കമ്പനികൾ മാത്രമാണ് വിപണിയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് നയാര എനർജി, രണ്ടാമത്തേത് BP ജിയോ. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് നയാര എനർജിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിനെ കുറിച്ചാണ്. ഗുജറാത്ത് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ റിഫൈനറിയും ഏകദേശം 6500 ഔട്ട്ലെറ്റുകളും ഉള്ള ഒരു കമ്പനിയാണ് നയാര എനർജി. നല്ല ലാഭം നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സ്വകാര്യ ഇന്ധന കമ്പനിയാണ് നയാര ഏജൻസി. എസ്ആറിൻ്റെ എല്ലാ പെട്രോൾ പമ്പുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും നയാര ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നയാര എനർജിയുടെ പെട്രോൾ പമ്പ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ലഭിക്കണമെങ്കിൽ ആവശ്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ പ്രായം 21-നും 55-നും ഇടയിൽ ആയിരിക്കണം. റൂറൽ മേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ളവർ SLC പാസ്സായിരിക്കണം. അർബൻ മേഖലയിലുള്ളവർ +2 പാസ്സായിരിക്കണം. SC, SC, ST കാറ്റഗറിയിലുള്ളവർക്ക് രണ്ടിടത്തും 10ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. ഗ്രാമീണ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 70 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെയാണ്. നഗരമേഖലയിൽ നിക്ഷേപം 90 ലക്ഷം മുതൽ 1 കോടി വരെ ആവശ്യമാണ്. ഇത് ദേശീയപാതയിലോ സംസ്ഥാന പാതയിലോ ആണെങ്കിൽ ഏകദേശം 1.5 കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമാണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം ഏകദേശം 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആവശ്യമാണ്. ഇനി പെട്രോൾ പമ്പ് തുറക്കാൻ എത്ര സ്ഥലം വേണ്ടി വരുമെന്ന് നോക്കാം. ഗ്രാമീണ മേഖലയിൽ 800 ചതുരശ്ര മീറ്ററും സംസ്ഥാന പാതയിലോ ദേശീയപാതയിലോ ആണെങ്കിൽ 1200 ചതുരശ്ര മീറ്ററും ആണ്. ഭൂമി കൊമേഴ്സ്യൽ ലാൻഡ് ആയിരിക്കണം. ഭൂമി സ്വന്തമായതോ പാട്ടത്തിനെടുത്തതോ ആകാം. നിങ്ങൾ ഭൂമി പാട്ടത്തിനെടുത്തതാണെങ്കിൽ കുറഞ്ഞത് 19 വർഷവും 11 മാസവും വാടക രേഖ ഉണ്ടായിരിക്കണം. ഭൂമി നിങ്ങൾക്ക് കൂടിയത് 29 വർഷവും 11 മാസം വരെ പാട്ടത്തിനെടുക്കാം. നേരെ പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ലൈസൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പെട്രോൾ പമ്പ് PWD റോഡിലാണെങ്കിൽ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അഥവാ NHലോ ഹൈവേയിലോ ആണെങ്കിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള NOC ആവശ്യമാണ്. പെട്രോൾ പമ്പ് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പഞ്ചായത്ത് ലൈസൻസും, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസും, കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസും ആവശ്യമാണ്. അതുപോലെ വൈദ്യുതി വകുപ്പിൻ്റെ DM NOC, പൊല്യൂഷൻ NOC, പോലീസ് NOC, ഫോറസ്റ്റ് NOC, ഫയർ NOC എന്നിവയെല്ലാം എടുക്കേണ്ടി വരും. കൂടാതെ ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ നേടേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്താണെന്ന് നോക്കാം. താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ വിശദാംശങ്ങളും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ഭൂമിയാണെങ്കിൽ അതിൻ്റെ രേഖകൾ ഹാജരാക്കണം. പട്ടയം എടുത്തിട്ടുള്ളതാണെങ്കിൽ പട്ടയരേഖ ഹാജരാക്കണം. നിങ്ങളുടെ കൈവശമുള്ള ആദായ നികുതി റിട്ടേൺ എന്തുതന്നെയായാലും അത് കുറഞ്ഞത് 3 വർഷം വരെയുള്ളത് നൽകേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പാൻ കാർഡും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സൈറ്റിൻ്റെ ഒരു ഫോട്ടോയും ആവശ്യമാണ്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണിക്കുകയും വേണം. കൂടാതെ നയാര എനർജിയുടെ പേരിലുള്ള 3 ലക്ഷം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്തിരിക്കണം. ഇനി നമുക്ക് കമ്മീഷനെ കുറിച്ച് സംസാരിക്കാം.
പെട്രോളിന് ലിറ്ററിന് 3 രൂപയും ഡീസലിന് ലിറ്ററിന് 2 രൂപയുമാണ് കമ്മീഷൻ ലഭിക്കുന്നത്. ഒരു ദിവസം 300 ലിറ്റർ പെട്രോൾ വിറ്റാൽ ദിവസം 9,000 രൂപ ലാഭം ലഭിക്കും. അതുപോലെ തന്നെ പ്രതിദിനം 4,000 ലിറ്റർ ഡീസൽ വിറ്റാൽ 2 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ 8,000 രൂപയും ലഭിക്കും. അങ്ങനെ പെട്രോളിന് പ്രതിമാസം 2,70,000 ഡീസലിന് പ്രതിമാസം 2,40,000 രൂപയും ലഭിക്കും. നിങ്ങളുടെ വിൽപ്പന ഈ കാൽക്കുലേഷനേക്കാൾ കൂടുതലോ കുറവോ ആകാം. നിങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭവും വർദ്ധിക്കും. നിങ്ങളുടെ വിൽപ്പന കുറയുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭവും കുറയും. മാസ വരുമാനം 4 ലക്ഷം രൂപ കണക്കാക്കിയാൽ അതിൽ 2 ലക്ഷം രൂപ ചെലവ് കുറച്ചാൽ തന്നെ 2 ലക്ഷം രൂപ ലാഭം ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ചെലവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ചെലവുകളിൽ ഭൂമി വാടക, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ, സ്റ്റാഫുകളുടെ ശമ്പളം, ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽ, കൂടാതെ മറ്റ് ചെലവുകൾ, ഇതൊക്കെയാണ് ചെലവുകളായിട്ട് വരുന്നത്. കമ്പനിയുടെ വെബ്സൈറ്റും ടോൾ ഫ്രീ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾക്ക് കാലാകാലങ്ങളിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ അനുസരിച്ച് കമ്പനിയുടെ ലാഭവിഹിതത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അതിനാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.